ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ ഇതുപോലെ വെളിച്ചമുണ്ടാകും. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുമ്പോൾ എങ്ങനെയാണ് മാറിപ്പോകുന്നത്? പാപം ചെയ്യുമ്പോൾ നമ്മൾ ഇരുട്ടിലാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 2-9 വചനത്തിൽ പറയുന്നത്, നമ്മൾ അന്ധകാരത്തിലായിരുന്നു, പക്ഷെ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുത്ത് കൊണ്ടുവന്നു. ആരൊക്കെ വിശ്വസിക്കുന്നത്? അന്ധകാരത്തിലായിരുന്നവരൊക്കെ ഒന്ന് കൈകൾ പൊക്കാമോ? ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രകാശത്തിൽ ജീവിക്കുന്നവര് ഒന്ന് കൈകൾ പൊക്കിയൊരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26, 25, 27 വചനങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ആക്സിഡൻ്റ് ആയിട്ടല്ല. ദൈവം വളരെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കറിയാം ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? He just spoke the word, അല്ലേ? വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. എവിടെ നിന്നുണ്ടായി? ഇല്ലായ്മയിൽ നിന്നുണ്ടായി. കാരണം നമ്മുടെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ്. He can create out of nothing. Hallelujah. അപ്പോൾ ശൂന്യതയിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. ആ ദൈവം വെറുതെ കൽപ്പിച്ചിട്ടല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ ദൈവം മണ്ണെടുത്ത് മെനഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കി. അവന് ദൈവത്തിൻ്റെ ആ ശ്വാസം തന്നെ കൊടുത്ത് അവിടെ അവന് ജീവൻ കൊടുത്തു. കാരണം എന്താണ്? മനുഷ്യൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ശ്രേഷ്ഠ വസ്തുവാണ്. ഈസ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 1:26-27 പറയുന്നത്, ദൈവം പ്ലാൻ ചെയ്തു എങ്ങനെയാണ് ഈ മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കേണ്ടതെന്ന്. പിതാവായ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒരു കൂടാലോചന നടത്തി. എന്നിട്ട് അവർ പറഞ്ഞു, വി വിൽ ക്രിയേറ്റ് ദം ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ബ്രദർ ഒന്ന് വായിക്കാവോ? ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവം സൃഷ്ടിച്ച മൃഗത്തിനെ പോലെ അല്ല, ദൈവം സൃഷ്ടിച്ച മൃഗത്തിനെ പോലെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ മക്കളായിട്ട് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ആ കൂടാലോചന കഴിഞ്ഞിട്ട് അവരൊരു തീരുമാനമെടുത്തു. തീരുമാനം എന്താണ്? നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കും. അവർക്ക് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പറവജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിലൂടെ ഉള്ള ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും അധികാരമുണ്ടായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം സൃഷ്ടിച്ചത് ആരെ പോലെയാണ് നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിനുള്ളതെല്ലാം, കാരണം ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരു അംഗമായിട്ട് ജീവിക്കണം. ദൈവത്തിന് ആ മനുഷ്യനുമായിട്ട് ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഇന്ന് മനുഷ്യന് ആ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഛായയും സാദൃശ്യവും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? കാരണം നമ്മൾ മനസ്സിലാക്കണം, യേശു നമ്മളുടെ മധ്യേ ഉണ്ട്. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾക്ക് കാണുവാൻ പറ്റും. അത് കാണാൻ പറ്റുന്നത് എവിടെയാണ്? അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കാണുകയില്ല. ഇന്ന വസ്തുവിനകത്തെന്ന് പറഞ്ഞാൽ കാണുകയില്ല. പക്ഷെ അത് കാണുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? നമുക്ക് ദൈവത്തിൻ്റെ വചനത്തോടെ വായിച്ചു കേൾക്കാം. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വെളിച്ചം എവിടെയാണ് നമുക്ക് കാണുവാൻ പറ്റുക എന്ന്. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വെളിച്ചം കാണാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ മഹത്വവും ആ ദൈവത്തിന്റെ തേജസ്സും ആരിലാണുള്ളത്? യേശു ക്രിസ്തുവിലാണ്. ആ സുവിശേഷത്തിന്റെ വെളിച്ചത്തിലാണ് അതുള്ളത്. അത് മനസ്സിലാക്കാൻ പറ്റാത്തതക്ക വിധം മനുഷ്യന്റെ കണ്ണുകൾ ആ സാത്താൻ മൂടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾക്ക് ദൈവത്തിന്റെ മഹത്വം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രതിമയിലല്ല ദൈവത്തിന്റെ രൂപം കാണുന്നത്. ദൈവത്തിന്റെ മഹത്വം കാണുന്നത് ഒരു വസ്തുവിലല്ല. ദൈവത്തിന്റെ മഹത്വം കാണുന്നത് ദൈവത്തിന്റെ വചനത്തിൽ
വചനത്തിലൂടെയാണ് ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആമേൻ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. And whose minds the God of this age has blinded, who do not believe, lest the light of the gospel of the glory of Christ. Hallelujah. The light of the gospel of the glory of Christ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ എന്താ ഉള്ളത്? വെളിച്ചമാണ്. ആ വെളിച്ചം എന്താണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്? ദൈവത്തിന്റെ യേശുവിന്റെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് മൂടുപടമിട്ടിട്ട് സാത്താൻ കബളിപ്പിച്ചിട്ട് ഈ വചനം വേണ്ട, ഈ വചനത്തിന് ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ വചനം പോരാ എന്ന് പറഞ്ഞ് മനുഷ്യനെ ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് ആ പിശാചിന്റെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു അല്ലാതെ നമ്മൾക്ക് ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ മഹത്വം കാണുന്നുണ്ടെങ്കിൽ ഈ വചനത്തിലാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധയിട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടും പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് എ ലൈറ്റ് ഓഫ് മെൻ. നമുക്കറിയാം, തീർച്ചയായിട്ടും മഹത്വം ഇസ് ലൈറ്റ്, ഇസ് ഗ്ലോറി, അല്ലേ? ഒന്ന് വായിച്ചേ, യോഹന്നാൻ 1:4-5 വായിക്കാവോ? 5-ാമത്തെ വചനം പറയുന്നത്, and the light shines in the darkness and the darkness did not comprehend it എന്ന് ചില പുസ്തകങ്ങൾ പറയുന്നു. ചിലത് പറയുന്നു did not overcome it. The darkness cannot overcome. ഈ ലൈറ്റ് ഇവിടെ ഉള്ളത് എത്ര അന്ധകാരത്തിന് ഇതിനെ മറയ്ക്കാൻ പറ്റുകയില്ല. The light will always overcome the darkness. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആ വെളിച്ചമാകുന്ന ഈ സുവിശേഷം നമ്മളുടെ മധ്യേ ഉള്ളപ്പോൾ നമുക്ക് ആ ദൈവത്തെ അറിയുവാൻ പറ്റും. പക്ഷേ നമുക്ക് മനസ്സിലാക്കണം, ആ ദൈവം നമ്മൾക്ക് തന്നിരുന്ന ഒരു മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വം എങ്ങനെ നഷ്ടപ്പെട്ടു? പാപം ചെയ്തപ്പോൾ അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ ദൈവം നമ്മളോട് പറയുകയാണ്, all have sinned and have fallen short of the glory of God. ഒന്ന് വായിക്കാവോ? കാരണം ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ദൈവം മഹത്വം കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്ക് അതിനു മുമ്പ് നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനം 8-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. അതിങ്ങനെയാണ് പറയുന്നത്, for you have made him a little lower than Elohim and you have crowned him with glory and honor. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എലോഹിം, ചില പുസ്തകങ്ങളിൽ മാലാഹമാർ എന്നാണ് പറയുന്നത്, ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എലോഹിം, ദാറ്റ് ഇസ് ഗോഡ്. അപ്പോൾ ദൈവത്തെക്കാൾ ഒരു പടി താത്തിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവമല്ലായിരുന്നു, പക്ഷേ ദൈവത്തിനെ മക്കളായിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു പടി താത്തിയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ദൈവം അവന് എന്താണ്? ബഹുമാനം കൊണ്ടും മഹത്വം കൊണ്ടും മകടം ചൂടിയിരുന്നു. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊണ്ടാണ് അവനെ അണിയിച്ചത്. അങ്ങനെയുള്ള അണിയിച്ച ആ തേജസ്സും ബഹുമാനവും മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് റോമൻസ് 3-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം പറയുന്നത്, എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ്. നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രവൃത്തിയിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഐസയ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം ഇംഗ്ലീഷിൽ, ബ്രദർ മലയാളം ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാം. Everyone who is called by my name, whom I have created for my glory, I have formed him, yes, I have made him. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവർ, ഇന്നും നിങ്ങളും ഞാനും ഈ ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരേ ഒരു ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതാണ് സൃഷ്ടികർമ്മത്തിലുള്ള ലക്ഷ്യം. അപ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് വിരോധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് വായിച്ചത് ഐസയ 43:7. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കിയവരായ ഏവരും തന്നെ. ഹല്ലേലൂയ. എന്തിനാണ് സൃഷ്ടിച്ചത്? എൻ്റെ മഹത്വത്തിനായി രൂപം കൊടുത്ത് സൃഷ്ടിച്ച ഏവരും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ സൃഷ്ടിച്ച എല്ലാവരും
യേശുവിനെ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും നിഷേധിച്ചവരും എല്ലാവരുടെയും സൃഷ്ടിയുടെ എന്തിനാണ് സൃഷ്ടിച്ചത്? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അറിയണം. കാരണം ഫിലിപ്പിയർക്ക് ലേഖനം 2-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം യേശു ക്രിസ്തു ആരായിരുന്നു എന്നും യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ഫിലിപ്പിയൻസ് 2-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവസാനം നമുക്ക് ഒരു 9 മുതൽ 9, 10, 11 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഇവിടെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവം മനുഷ്യന് കൊടുത്ത ആ ഉടമ്പടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അനുസരണയിൽ ഇവിടെ വന്ന് സമർപ്പണത്തിൽ ഇവിടെ വന്നതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്ന് വായിച്ചേ. ഫിലിപ്പിയർ 2:9 മുതൽ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അപ്പോൾ ദൈവം യേശുവിനൊരു നാമം കൊടുത്തു. ആ നാമം ആരുടെ മഹത്വത്തിന് വേണ്ടിയാണ് കൊടുത്തത്? പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പോലും ഈ ലോകത്തിൽ ജീവിച്ചത് ആരുടെ മഹത്വത്തിന് വേണ്ടിയാണ്? പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും എന്തുമാത്രം പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. കാരണം നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് സ്വീകാര്യമാകുകയില്ല. നിങ്ങൾ തന്നെ ഒന്ന് വിചാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഒരു ദാസനെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വിടുകയാണ്. അയാൾ പോയി, തീർച്ചയായിട്ടും പോയി. പക്ഷേ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ആവശ്യപ്പെട്ടതല്ലെങ്കിൽ നിങ്ങൾ ആ ദാസന് നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടാകുമോ ആ ചെയ്ത പ്രവൃത്തിയിൽ? തീർച്ചയായിട്ടും ഇല്ല. കാരണം അയാളെ വിട്ടത് ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ്. അയാൾ നമ്മൾ ആവശ്യപ്പെട്ട പ്രവൃത്തി ചെയ്യാതെ വേറെ പല കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് പ്രീതികരമായിരിക്കുകയില്ല, നമ്മൾക്കും പ്രീതികരമായിരിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ ജീവിതം ഈ ലോകത്തിൽ തീർച്ചയായിട്ടും പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ, അല്ലെ 11-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. അവിടെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ലാസറസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ വ്യക്തി മർത്തയുടെയും മറിയത്തിൻ്റെയും സഹോദരനായിരുന്നു. യേശു ക്രിസ്തു വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി മരിച്ചു. അപ്പോൾ എന്താണ് യേശു പറയുന്നത്? ഒന്ന് വായിച്ചേ. ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ മഹത്വത്തിനും അതിലൂടെ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ആകുന്നു. അപ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചു. പ്രിയപ്പെട്ടവരുടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മരണം സംഭവിച്ചു കാണും. മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാരീരികമായി മരിച്ച അവസ്ഥയാണെന്നില്ല, പക്ഷെ നിങ്ങളൊരു നിരാശാവസ്ഥയിലായിരിക്കും, നിങ്ങൾക്കൊരു രോഗാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ബന്ധത്തിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും. നിങ്ങൾ നിരാശരായിരിക്കുകയാണ്, ഒരു മരണാവസ്ഥയിലിരിക്കുകയാണ്. പക്ഷെ യേശു ക്രിസ്തു പറയുന്നതാണ്, അത് നിങ്ങളുടെ ജീവിതം സംഭവിച്ചത് നിങ്ങൾക്ക് നാശത്തിന് വേണ്ടിയല്ല, പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശു ക്രിസ്തു വഴി ദൈവം മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണത് സംഭവിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ട വചനങ്ങളാണ്. നിങ്ങൾ ഇന്ന് പ്രയാസത്തിൽ കൂടെ പോവുകയായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ദൈവം അവിടെ ലാസറസ് മരിച്ചപ്പോൾ പറഞ്ഞു, ഈ മരണം, ഈ അസുഖം മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അസുഖമല്ല, അതിനുപരി ദൈവം മഹത്വത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി, യേശു ക്രിസ്തു വഴി ദൈവം മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അവിടെ ഒരു വീണ്ടെടുപ്പുണ്ടാവും. കാരണം ലാസറസ് മരിച്ചു, പക്ഷെ ലാസറസ് മരിച്ച് അങ്ങനെ കല്ലറയിൽ കിടക്കാനുള്ളവനല്ലായിരുന്നു. യേശു ക്രിസ്തു അവനെ വിളിച്ച് അവന് ജീവൻ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ദൈവം നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളുടെയും എൻ്റെയും ദൈവം, ജീവിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു ജീവൻ തരാൻ പറ്റുന്നവനാണ്. ആരൊക്കെ വിശ്വസിക്കുന്നത്?
കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്നുള്ളത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ നിങ്ങൾ എന്തവസ്ഥയിൽ കൂടെ ആയിക്കോട്ടെ നിങ്ങൾ പോകുന്നത്, അവിടെ ദൈവത്തിൻ്റെ വചനത്തിന് അവിടെ ഒരു വ്യത്യാസം വരുത്താൻ പറ്റുന്നതാണ്. കാരണം എന്താണ്? നമ്മളുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഒന്നായിട്ട് പറയാമോ? എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. അത് വിശ്വസിക്കുകയാണെങ്കിൽ, കാരണം നമുക്കറിയാം 11-ാമത്തെ വചനം എന്താ പറയുന്നത്? 15-ാമത്തെ വചനം യോഹന്നാൻ 11:15 ഒന്ന് വായിക്കുക. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുവാൻ ഇത് കാരണമാകുന്നുവല്ലോ. എന്നാൽ നമുക്ക് അവന്റെ അടുക്കലേക്ക് പോകാം. യേശുക്രിസ്തു അവിടെ പറയാ, ഞാൻ അവിടെ ലാസറസ് മരിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നത് ഒരു തരത്തിൽ നന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസറസ് ചിലപ്പോൾ മരിക്കുകയില്ലായിരുന്നു. ലാസറസ് മരിച്ചില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് അവിടെ മഹത്വം കിട്ടുകയില്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലോ വിചാരിക്കുന്ന സമയത്തോ ദൈവം അവിടെ ഇടപെട്ടിട്ടില്ലെന്ന് വിചാരിക്കും. എങ്കിലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച, ഞാൻ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം എന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ഇല്ലായിരുന്നത് നന്നായിരുന്നു. കാരണം ഞാൻ ഇല്ലായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് അവിടെ മഹത്വം വെളിപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യാശയുള്ള വ്യക്തികളായിരിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരായിരിക്കണം. ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. പിന്നെ ഐസയ പ്രവാചന പുസ്തകം 42-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ അവിടെയും പറയുന്നുണ്ട്, ഐ ആം ദ ലോർഡ്, ദാറ്റ് ഈസ് മൈ നെയിം, ആൻഡ് മൈ ഗ്ലോറി ഐ വിൽ നോട്ട് ഗിവ് ടു അനദർ, നോർ മൈ പ്രൈസ് ടു കാർവ്ഡ് ഇമേജസ്. ദൈവം പറയാണ്, ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റൊരു വ്യക്തിയായിട്ട് പങ്കുവയ്ക്കുകയില്ല. തീർച്ചയായിട്ടും മറ്റു വ്യക്തികളായിട്ട് പങ്കുവയ്ക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ദൈവത്തിന് അർഹതയുള്ള ആരാധന, ബഹുമാനം ഒരു വിഗ്രഹത്തിനുമായിട്ട് പങ്കുവയ്ക്കുകയില്ല. ഇന്ന് നമ്മളുടെ ഇടയിൽ കാണുന്ന എന്തുമാത്രം ഹല്ലേലൂയ, എന്തുമാത്രം വിഗ്രഹാരാധന നമ്മളുടെ മധ്യേ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വിഗ്രഹാരാധന നമ്മളുടെ മധ്യേ നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ ഈ സമൂഹത്തിലുണ്ടെന്നല്ല പറയുന്നത്. നിങ്ങൾ പുറത്തു പോയി നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ആരാധന സ്ഥലങ്ങളിൽ എന്തുമാത്രം വിഗ്രഹങ്ങളാണ് ഉള്ളത്. ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആകാശത്തിലോ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ ജലത്തിലോ ഉള്ള ഒരു സൃഷ്ടിയുടെയും രൂപത്തിൽ നിങ്ങളൊന്നും സൃഷ്ടിക്കരുത്, ഒന്നും കൊത്തു വിഗ്രഹം ഒന്നും ഉണ്ടാക്കരുത് എന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഉള്ളപ്പോൾ തന്നെ ചില ആരാധന സ്ഥലങ്ങളിൽ നമ്മൾ എന്തുമാത്രം വിഗ്രഹങ്ങൾ കാണുന്നുണ്ട്. വിഗ്രഹങ്ങൾ മാത്രമല്ല, ആ വിഗ്രഹങ്ങളെ പോയി ചുംബിക്കുന്ന വ്യക്തികളുണ്ട്, ആ വിഗ്രഹങ്ങളുടെ കഴുത്തിൽ മാലയിടുന്ന വ്യക്തികളുണ്ട്, ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ മെഴുതിരി കത്തിക്കുന്നവരുണ്ട്, ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നേർച്ചയിടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എതിരായിട്ടുള്ളതാണ്. കാരണം അവിടെ ഒന്നും ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, രൂപത്തിലും അങ്ങനെ കൊത്തു വിഗ്രഹങ്ങളും കല്ലിലും മണ്ണിലും അല്ല ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. ദൈവം വസിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണ്. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം ആത്മാവാണ്. ദൈവം ഒരു വസ്തുവല്ല, ദൈവം ഒരു വസ്തുവിലല്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹി ഈസ് സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവായിരിക്കുന്നത് പോലെ തന്നെ ദൈവവും ആത്മാവാണ്. കാരണം എന്താണ്? ദൈവം ആത്മാവാണെങ്കിൽ ഞാൻ ആത്മാവാണ്. കാരണം ഞാനും നിങ്ങളും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എവിടെയാണ് ദൈവം ഉള്ളത്? ദൈവമുള്ളത് ഇസ് ഇൻ മീ, എന്നിലാണെന്നൊന്ന് പറഞ്ഞ്, എൻ്റെ ഹൃദയത്തിലാണ് യേശു ഉള്ളത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ തേടേണ്ടതും. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ കാണണം, നമ്മളെ കാണുമ്പോൾ യേശുവിനെ കാണണം. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല, യേശുവാണ്. ഇറ്റ് ഇസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതാണ് വീണ്ടെടുക്കപ്പെട്ട, അതാണ് വീണ്ടും ജനിച്ച വ്യക്തിയുടെ ഒരു അടയാളം. പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുകയാണെങ്കിൽ അങ്ങനെ ദൈവം ഒരു വ്യക്തിയുമായിട്ട് ദൈവത്തിൻ്റെ മഹത്വം പങ്കുവയ്ക്കുകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ മഹത്വം പങ്കുവയ്ക്കുകയല്ല, പക്ഷെ അത് എടുക്കുവാൻ നോക്കിയ ഒരു വ്യക്തിയെ നമുക്ക് ഐസയ പ്രവാചന പുസ്തകം 14-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെ വചനങ്ങൾ വായിച്ചാൽ കേൾക്കാം. അവൻ്റെ പേരാണ് ലൂസിഫർ. ആർക്കൊക്കെ ലൂസിഫറിനെ അറിയാം?
ഹല്ലേലൂയ. ചിലവർ പറയും പിശാചില്ല എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് പിശാചില്ലെന്ന് പറയും. ചിലർ പറയും ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവില്ല. ഹല്ലേലൂയ. പല പല പഠിപ്പുകളാണ്. പരിശുദ്ധാത്മാവില്ല, പിശാചില്ല എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, പിശാചുമുണ്ട് പരിശുദ്ധാത്മാവുമുണ്ട്. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പക്ഷേ നമ്മളുടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾക്ക് ആ പിശാചിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ആധിപത്യമുണ്ടെന്ന്. ഹല്ലേലൂയ. നമുക്ക് വായിച്ച് കേൾക്കാം. പിന്നെ ഒന്ന് വായിച്ചേ, ഐസ പ്രവചന പുസ്തകം 14-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെ വചനങ്ങൾ ഒന്ന് വായിക്കാമോ? നീ ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഉയർത്തും. വടക്കിൻ്റെതും അഗ്രഹഭാഗത്ത് സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. എന്നാൽ നീ പാതാളത്തിലേക്ക്, അഗാധമായ കുഴിയിലേക്ക് താഴ്ത്തപ്പെടും. നിന്നെ കാണുന്നവർ നിന്നെ തുറിച്ചു നോക്കി നിന്നെക്കുറിച്ച് ചിന്തിച്ച് ഇപ്രകാരം പറയും, ഭൂമിയെ നടക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ലോകത്തെ മരുഭൂമിയെ പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങൾ നശിപ്പിക്കുകയും തൻ്റെ തടവുകാരെ വീട്ടിലേക്ക് വിട്ടയക്കാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ? നമ്മൾ മനസ്സിലാക്കണം, വലിയ സത്യം ഇതാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവൻ കൊടുക്കാത്തത് കൊണ്ട് അവനെ ആ സ്ഥാനത്തിൽ നിന്ന് ദൈവം തള്ളിക്കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലൂസിഫർ ഒരു ആൻറ്റി ക്രൈസ്റ്റ് ആണെങ്കിൽ, ഇന്ന് ലൂസിഫറിനെ പോലെ തന്നെ മറ്റു വ്യക്തികളെ ഉയർത്തുന്നവർ, നിങ്ങളോട് ഞാൻ ക്ഷമയൊന്നും ചോദിക്കുന്നില്ല, അവരും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് ഉള്ളവരാണ്. ഇന്ന് യേശുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മറ്റു വ്യക്തികൾക്കും മറ്റു വിഗ്രഹങ്ങൾക്കും കൊടുക്കുന്നവര്, they are having the spirit of antichrist. കാരണം എന്താണ്? അവർ യേശുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മറ്റു വ്യക്തികളെയാണ് ഉയർത്തുന്നത്, മറ്റു വ്യക്തികളെയാണ് ആരാധിക്കുന്നത്, മറ്റു വ്യക്തികളാണ് പുകഴ്ത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. കാരണം ദൈവം പറയുന്നത്, I will not share my glory with anyone. I will not share my praise with carved images. ഇത് ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. കാരണം നമുക്കറിയാം, ഐസ പ്രവചന പുസ്തകം 66-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ടുണ്ട്, പറയുന്നുണ്ട് നമ്മളോട് എങ്ങനത്തെയുള്ളൊരു വ്യക്തിയാണ് ദൈവം കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന വ്യക്തികളെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിറയ്ക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ട് ചെയ്യുമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവം അവരെ കടാക്ഷിക്കുന്നുണ്ടോ? ഇല്ല. എത്ര ഔട്ട്വേർഡായിട്ട്, ബാഹ്യമായിട്ട് എത്രയും വളരെ ഭക്തിയുള്ള വ്യക്തികളായിട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവർ ദൈവവുമായിട്ട് ശത്രുക്കളാണ്. ദേ ആർ ദി ആൻറ്റി ക്രൈസ്റ്റ്, ദേ ആർ എഗൻസ്റ്റ് ഗോഡ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ സാത്താൻ കബളിപ്പിച്ച് നമ്മളൊരു ജീവിതം നയിക്കരുത്. നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. കാരണം നമ്മളെന്താണ് ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾക്കറിയാം, ആ ഈദൻ തോട്ടത്തിൽ ആദാം ഹവ്വയും ദൈവവുമായിട്ട് വളരെ വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ഒരു ദിവസം സാത്താൻ്റെ കബളിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് അവർ കൈകൾ വിട്ടിട്ട് ഏത് വൃക്ഷത്തെ അവർ മുറുകെ പിടിച്ചത്? നന്മതിന്മയുടെ അറിവിൻ്റെ ഒരു വൃക്ഷത്തെ സാത്താൻ അവരെ കബളിപ്പിച്ചിട്ട് ആ ദൈവത്തിലുള്ള അവരുടെ ആശ്രയം മാറ്റി അവരുടെ തന്നെ നന്മതിന്മ എവിടെ നിന്നാണ് വരുന്നത്? നിയമത്തിൽ നിന്നാണ് വരുന്നത്, അല്ലേ? യേശു ക്രിസ്തു കൃപയാണെങ്കിൽ നന്മതിന്മ നിയമമാണ്, നിയമം ലംഘിക്കുന്നത് തിന്മയാണ്, അല്ലയോ? ഹലോ, നിയമം ലംഘിക്കുന്നത് തിന്മയാണ്, നിയമം അനുസരിക്കുന്നത് നന്മയാണ്. അപ്പോൾ അവർ ആ കൃപയാകുന്ന യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് അവർ നിയമത്തെ മുറുകെ പിടിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 1:17 പറയുന്നുണ്ട്, നിയമം മോശ വഴി നൽകപ്പെട്ടു, പക്ഷേ കൃപയും സത്യവും യേശു ക്രിസ്തു വഴി നമ്മൾക്ക് നൽകപ്പെട്ടു. എന്നിട്ട് ആ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് സംഭവിക്കുന്നതാണ്, ആ കൃപയും സത്യവും യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിയമമാകുന്ന മോശയെ മുറുകെ പിടിക്കുകയാണ്. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? രക്ഷകനായ യേശുവിനെ വേണ്ട, അതിന് പകരം ഞാൻ ഒരു പുണ്യാളനെ മുറുകെ പിടിക്കുകയാണ്. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ടാണ് അന്ധകാലത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മനുഷ്യനും മറ്റ്
മറ്റു വസ്തുക്കൾക്കുമാണ് ആ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്നത്. അത് എന്താണ്? അവർക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടില്ലേ കൊരിന്ത്യസ് ലേഖനത്തിൽ, ആ ദൈവത്തിൻ്റെ the light of the glory of the gospel of Christ should shine upon them. അവർ ആ യേശുവിൻ്റെ ആ മഹത്വം, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ആ മഹത്വം അവർ കാണുവാനായിട്ട് കാണാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ അന്ധതയിലാണ്. അതാണ് ഡിസെപ്ഷൻ, അതാണ് കബളിപ്പ്, സാത്താൻ ചെയ്യുന്ന കബളിപ്പ്. കാരണം എന്താണ്? നമ്മൾക്കറിയാം, ആ കബളിപ്പിലൂടെ നടക്കുമ്പോൾ എനിക്കൊരു തോന്നൽ കാണും, എനിക്കൊരു കുറവുമില്ല, ഞാൻ നിയമം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് വെളിപാട് ദിവസം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ ദൈവം നമ്മളോട് പറയുകയാണ്, ശരി, നീ ചിലപ്പം നിന്നെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായമല്ല, നിന്റെ ഒരു അസസ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. എന്താണെന്ന് വായിച്ചേ. Because you say I am rich, വെളിപാട് 3:17. Because you say I am rich, have become wealthy and need nothing, and do not know that you are wretched, you are miserable, you are poor, you are blind, you are naked എന്നാണ് ദൈവം പറയുന്നത്. അപ്പം മനുഷ്യൻ വിചാരിക്കും ഇവൻ നല്ലവനാണ്, ഇവൻ ഒരു കുറവുമില്ല, ഇവൻ ഏറ്റവും നല്ല വ്യക്തിയാണ്, എന്തുമാത്രം നല്ല പ്രവൃത്തികൾ ചെയ്തവനാണ്, എന്തുമാത്രം ഒരു പുണ്യാളനായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ യേശുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ആരാണെന്ന് വചനം പറയുന്നു. ഒന്ന് വായിച്ചേ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്ക വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വായ്പ വാങ്ങുവാൻ ഞാൻ നിന്നോട്. ആരോട്? എന്നോട്. അതിൻ്റെ ഉറവിടം മുഴുവൻ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഞാൻ ധനികനാണ്, എനിക്കൊരു കുറവുമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ തീരുമാനിച്ച ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. യേശുവുമായി അല്ല, ഒരു നല്ല ജീവിതം നയിച്ചാൽ മതി, നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി എന്നുള്ള ഞാനൊരു തീരുമാനമെടുത്തിട്ട് അതിലൂടെ ഞാൻ രക്ഷ പ്രാപിക്കുവാൻ നോക്കുകയാണ്. പക്ഷേ രക്ഷകനായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ സംബന്ധിച്ച് നിങ്ങൾ നഗ്നനാണ്, നിങ്ങൾ അന്ധനാണ്, യു ആർ റെച്ചഡ്. ഒരിക്കലും ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ മക്കൾക്കാണ് ദൈവം ആ നഷ്ടപ്പെട്ടു പോയ, പാപമൂലം നഷ്ടപ്പെട്ടു പോയ മഹത്വം ദൈവം മക്കൾക്ക് തിരികെ കൊടുക്കുവാനാണ് ദൈവം